10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കേരള പാഠാവലിയിലെ വിസ്തൃത ലോക വിധാനത്തിൽ എന്ന 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ് പി രാമചന്ദ്രൻ രചിച്ച ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതാഭാഗം. പരിസ്ഥിതി സ്നേഹം കേവലം വർത്തമാനമായി മാറുന്ന ഇക്കാലത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുകയാണ് കവി ഈ കവിതയിലൂടെ. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീട്ടിൻ്റെ വരാന്തയിലിരുന്നു കൊണ്ട് കവി ദൂരെയുള്ള നെൽപ്പാടം കാണുകയാണ്. ആ സമയത്ത് കവിയുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു. ഞാറ്റടി പച്ചയും ചാറ്റൽ മഴയും ചേറിൻ്റെ ഗന്ധവും പോത്തുപൂട്ടും കുറുമരും കാക്കകളും കൊക്കുകളും ഇതൊക്കെ കണ്ട കവിയുടെ ഹൃദയം ഉണരുന്നു. നെൽപ്പാടം മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കും പോലെ കിടക്കുകയാണ്. ഇത് കണ്ട് ക്യാമറ എടുത്ത് ഒന്ന് ക്ലിക്കി എന്നിട്ട് പറയുകയാണ്, പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ. ആ ഫോണിലാണ് ക്യാമറ ക്ലിക്കുന്നത്. ഞൊടിയിൽ പടവും അപ്ലോഡ് ചെയ്തു. അതിനെ അപ്ലോഡ് ചെയ്ത സമയത്തോ കമൻറ്റുകളും തിരുതകൃതിയായി ചാറ്റലുമൊക്കെ ആരംഭിച്ചു. കണ്ട മാത്രയിൽ തന്നെ ഓരോരുത്തരും ഓരോ കമൻറ്റുകളാണ് പറയുന്നത്. ഹാ, വയനാട്, ഇല്ല പോയിട്ടില്ല. ആ പച്ചപ്പ് കണ്ടവർ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കർഷകർ ഇനിയും ബാക്കിയുണ്ട്, തൂങ്ങിയിട്ടില്ല, ഇനിയും അവർ ബാക്കിയുണ്ടെന്നും ചിലതെങ്കിലും ബാക്കിയാക്കാൻ ഈ ചിത്രം തന്നെ സാക്ഷിയെന്നും കണ്ടവരൊക്കെ പറയുന്നുണ്ട്. നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ എന്തെങ്കിലും പച്ചപ്പുകൾ നിർത്തിയാൽ നമുക്കത് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ചോദിക്കുകയാണ്, ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം. പടമെടുക്കാനിരിക്കുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും, അതിനെത്ര വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെയുള്ള ചോദ്യവും അവിടെ ഉയരുന്നു. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഒരുവനായ ഞാൻ അനേകരായ അവിടെ മാറുകയാണ്. മാത്രമല്ല, ഈ മലങ്കര വെറും ഒരു കരയല്ല, 7 വൻകരകൾക്ക് തുല്യമാണെന്നും അവിടെ പറയുന്നുണ്ട്. കവിതയുടെ അവസാന ഭാഗത്ത് മലകളോടും മരങ്ങളോടും കുറുമരോടും കുറിച്യരോടുമൊക്കെ നിങ്ങളാകെ എത്ര GB എന്ന് ചോദിച്ചുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. പരിസ്ഥിതി സ്നേഹം വെറും പ്രകടപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധവും കൂടിയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിലെന്ന ശ്രീ പി രാമചന്ദ്രൻ്റെ കവിത. പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക. പുതിയ കാലഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്ന കവിതയാണ് പി രാമചന്ദ്രൻ്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. ആധുനിക മനുഷ്യൻ്റെ മനോഭാവം പ്രസ്തുത വരികളിൽ വ്യക്തമാണ്. വിവരസാങ്കേതിക വിദ്യകൾ കൊണ്ട് മനുഷ്യനിന്ന് അഹങ്കാരം നിറഞ്ഞവനായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനെന്നത് അനേകരാണ് എന്നും ഈ മലങ്കര വെറുമൊരു കരയല്ല, 7 വൻകരകൾക്ക് തുല്യമാണെന്നും പുതിയ കാലഘട്ടത്തിലെ മനുഷ്യന് തോന്നുന്നത്. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീട്ടിൻ്റെ വരാന്തയിലിരുന്ന് കാണുന്ന ദൂരെയുള്ള നെൽപ്പാടം മറ്റൊരു കരയാണെന്ന് ചിന്തിക്കുന്നു. ലോകം മുഴുവനും തൻ്റെ കൈവെള്ളയിലാണ് എന്നുള്ള അഹങ്കാരവും വരികളിൽ വ്യക്തമാണ്. 2ാമത്തെ ചോദ്യം, ക്യാമറ തുടരെ ക്ലിക്കി, പൊൻതൂലിക വിറ്റു, കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ. ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു, വന്നു കമൻറ്റുകൾ, തിരുതകൃതിയായി ചാറ്റൽ. സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത്. വിമർശനാത്മകമായി വിലയിരുത്തുക. പ്രകൃതിയെ നാം അടുത്തറിയുമ്പോഴാണ് മനുഷ്യൻ യാഥാർത്ഥ്യനാകുന്നത്. തനിക്ക് ചുറ്റും കാണുന്നവയെല്ലാം സമൃദ്ധിയുടെ പര്യായമായി ഇന്നത്തെ മനുഷ്യൻ കണക്കാക്കുന്നു. അത്തരത്തിലുള്ളവരെ യഥാർത്ഥത്തിൽ കവി ഇവിടെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. തൂലിക വിറ്റ് മൊബൈൽ ഫോൺ വാങ്ങി ഫോട്ടോ എടുത്ത് ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം അവർ കമൻറ്റുകൾ കൂടി പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടുകളോട് മുഖം തിരിക്കുന്ന മനുഷ്യനാണ്. സ്വന്തം പ്രശസ്തിക്കു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവർ. സുസ്ഥിര വികസനം കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ
പരിഹസിക്കുക തന്നെയാണ് കവി ഇവിടെ. ശക്തമായ ഒരു വിഷയത്തെ മുൻനിർത്തി തൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കുകയാണ് കവി. അടുത്ത ചോദ്യം. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലേ മലനാട്ടുമണ്ണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിച്ചത് എത്രമാത്രം ആകർഷകമായിട്ടുണ്ട്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെയും ഭൂപ്രകൃതിയെയും സൂചിപ്പിക്കുന്ന വരികളാണ് പ്രസ്തുതം. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയാണ് മലനാട്ടുമണ്ണ്. ഈ പ്രയോഗം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചു പറയുന്നു. സമ്പന്നമായ കലാപൈതൃകമുള്ള നാടാണ് മലനാട്ടുനാട്. പുതിയൊരു വിളവിനായി മണ്ണ് സജ്ജമായി കിടക്കുന്നു. ഈയൊരു പ്രയോഗത്തെ വിശേഷിപ്പിക്കാൻ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും കവി ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്കെന്തെങ്കിലും ചെയ്യണം, നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം. ഈ പടമെടുക്കാനിരിക്കുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും? ഇത്തരം നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാകുമോ? കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക. പ്രസ്തുത വരികളിലൂടെ കപട പരിസ്ഥിതി സംരക്ഷണം മനോഭാവമുള്ള വ്യക്തികളെ പരിഹസിക്കുകയാണ് കവി ഇവിടെ. പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായമാകും വിധം കാപട്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ പ്രസ്തുത വരികളിലൂടെ കവിക്ക് സാധിക്കുന്നു. ലോകം ചുറ്റിക്കറങ്ങിയതിനു ശേഷം നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കാനായി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നും നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പ് എങ്കിലും നിലനിർത്തണമെന്നും ചിന്തിക്കുന്നു. ഇത്തരത്തിലുള്ള ആധുനിക മനുഷ്യൻ്റെ ചിന്തകളെല്ലാം തന്നെ പരിസ്ഥിതി സംരക്ഷണം നിലനിർത്തുക എന്നതിനെ ചൊല്ലിയല്ല, തൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പുതിയ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ കൂടിയാണിത്. അടുത്ത ചോദ്യം. പരിസ്ഥിതി സ്നേഹം പ്രകടപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത്? വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക. മലയാള സാഹിത്യത്തിൽ ഉത്തരാധുനിക കവികളിൽ ഒരാളാണ് ശ്രീ പി രാമചന്ദ്രൻ. പരിസ്ഥിതി സംരക്ഷണത്തിനെക്കുറിച്ച് നിരന്തരം പ്രശംസിച്ച് എന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കി കാപട്യത്തോടെ ജീവിക്കുന്ന ആധുനിക മനുഷ്യനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ പരിഹസിക്കുകയാണ് ഈ കവിതയിലൂടെ കവി. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീട്ടിലിരുന്ന് കവി മനോഹരമായി ദൃശ്യം ആസ്വദിക്കുന്നു. ദൂരെയുള്ള നെൽപ്പാടം കവിയുടെ കണ്ണുകളെ നിറച്ചു. ഞാറ്റടി പച്ചയും ചാറ്റൽ മഴയും ചേറിൻ്റെ ചൂരും പോത്തുപൂട്ടും കുറുമർ, കാക്കകൾ, കൊക്കുകൾ എന്നിവയെല്ലാം കവി ഹൃദയത്തെ ഉണർത്തി. ഇത്തരം കാഴ്ചകളിലൂടെ കവി കടന്നുപോകുമ്പോൾ തൻ്റെ ക്യാമറയിൽ അതെല്ലാം പകർത്തണമെന്നും ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്നും താൽപ്പര്യപ്പെടുന്നു. കവി തൻ്റെ മനസ്സിൻ്റെ താൽപ്പര്യങ്ങൾ നിറവേറ്റാനായി തൂലിക വിറ്റ് മൊബൈൽ ഫോൺ വാങ്ങുന്നു. അതിലൂടെ എല്ലാ ചിത്രങ്ങളും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. കമൻറ്റുകൾ ചാറ്റൽ മഴ പോലെ എത്തി. അങ്ങനെ ചാറ്റൽ തകൃതിയായി. ചിത്രം കണ്ടതിൽ ചിലർ വയനാടിൻ്റെ പച്ചപ്പുകൾ പോയിട്ടില്ലെന്നും ചിലതെല്ലാം ഇനിയും ബാക്കിയുണ്ടെന്നും വിളിച്ചുകൂവി. ഈ കണ്ട ചിത്രങ്ങളെല്ലാം അതിന് സാക്ഷിയാണെന്ന് അവർ പറയുന്നു. ഈ പച്ചപ്പും സമൃദ്ധിയും എല്ലാം നിലനിർത്തണമെന്നും നാട്ടിൽ വരുമ്പോൾ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കാനായി വീടും കുടിയിരിപ്പും തനിക്ക് ആവശ്യമാണെന്നും കവി സൂചിപ്പിക്കുന്നു. അനേകരിൽ ഒരുവനായ കവിക്കും മലങ്കര ഏതോ ഒരു ദേശം മാത്രമാണെന്നും വരികളിൽ വ്യക്തമാണ്. മലങ്കര എന്ന ഒരു നാടല്ല, മറിച്ച് 7 വൻകരയാണ്. ഇൻ്റർനെറ്റും നവമാധ്യമങ്ങളും ലോകം ഭരിക്കുന്ന ഇക്കാലത്ത് ആധുനിക മനുഷ്യനോട് തൻ്റെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. അല്ലയോ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്യരെ, നിങ്ങൾ എത്ര ജീവിയാണ്? പരിസ്ഥിതി സ്നേഹം പ്രകടപരമായി മാറുന്നതിനോടുള്ള പ്രതിഷേധം കൂടെ പറഞ്ഞുകൊണ്ടാണ് കവിത ഇവിടെ അവസാനിപ്പിക്കുന്നത്. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗവും
ചോദ്യോത്തരങ്ങളും കുട്ടികൾക്ക് ഏറെ സഹായകമാണെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.